ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മധുരദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെമ്മീൻ ബിരിയാണിക്കായി ഞാൻ 1 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള ചെമ്മീനെ ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പുകൾ ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞെടുത്തത്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആദ്യം നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല വഴറ്റിയതിനു ശേഷം നമുക്ക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കിനി വഴറ്റി കൊടുക്കാം. രണ്ട് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. ഇനി നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രോൺ ഇട്ട് കൊടുക്കാം. മസാലയോടെ ചേർത്ത് നമുക്ക് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചു നേരം നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കത് തുറന്നു നോക്കാം. ഇതിന്റെ കൂടെ ഇനി നമുക്ക് 2 സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കാം. ഉപ്പ് ചോറിനും കൂടി കണക്കാക്കി കുറച്ച് മുമ്പ് നിൽക്കണം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി വേവാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതിനെ കോരിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഇരിക്കും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.